നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് നമ്മുടെ മമ്മൂട്ടി നായകനായി അഭിനയിച്ച് ഇപ്പോൾ തിയേറ്ററുകളിൽ നിറഞ്ഞ സദസ്സിൽ ഓടിക്കൊണ്ടിരിക്കുന്ന പേരൻപ് എന്ന ചിത്രത്തിൻ്റെ 3 ദിവസത്തെ ബോക്സ് ഓഫീസ് കളക്ഷൻ നിങ്ങളുമായി സംസാരിക്കാൻ വേണ്ടിയാണ്. നമുക്കെല്ലാം അറിയാം, തിയേറ്ററുകളുടെ ശക്തമായ അവഗണനയ്ക്കിടയിലും നിറഞ്ഞ സദസ്സിൽ തന്നെയാണ് പേരൻപ് ചിത്രം പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ചിത്രത്തിൻ്റെ ലഭിച്ചിരിക്കുന്ന തിയേറ്ററുകളുടെയും അതിൽ തന്നെ കിട്ടിയിരിക്കുന്ന ഷോസിൻ്റെയും എണ്ണം കുറവായതുകൊണ്ട് മാത്രം അത്ര ഒരു വൻ മാസ് കളക്ഷൻ നമുക്ക് ലഭിക്കുന്നില്ല എന്നുള്ളൊരു കാര്യവും നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്തായാലും ചിത്രം ഓടുന്ന സ്ക്രീനുകളിലെല്ലാം തന്നെ ഹൗസ്ഫുൾ ആയിട്ടാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ 3 ദിവസത്തെ കളക്ഷൻ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അതൊന്ന് നിങ്ങളോട് സംസാരിക്കാമെന്ന് കരുതിയാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഇത് ഔദ്യോഗികമായിട്ട് പുറത്തു വന്നിട്ടുള്ള കണക്കുകളല്ല. ഔദ്യോഗികമായിട്ട് പുറത്തു വന്നിരിക്കുന്നത് കൊച്ചിൻ മൾട്ടിപ്ലക്സിലെയും തിരുവനന്തപുരം മൾട്ടിപ്ലക്സിലെയും മാത്രമാണ്. ബാക്കിയുള്ള കണക്കുകൾ പല മേഖലകളിൽ നിന്നും ശേഖരിച്ച കണക്കുകളാണ്. അതുകൊണ്ട് ഇതിനൊരു 90% മാത്രം നമുക്കൊരു കറക്റ്റ് ഇത് വിശ്വാസയോഗ്യമാണ് എന്ന് പറയാനേ സാധിക്കത്തുള്ളൂ. അതൊരു മുൻകൂർ ജാമ്യമായിട്ട് എടുക്കുക. കാരണം ഇനി അവര് ഔദ്യോഗികമായിട്ടുള്ള കണക്കുകൾ പുറത്തു വിടുകയാണെന്നുണ്ടെങ്കിൽ തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക എന്നുള്ളതിൻ്റെ ഒരു മുൻകൂർ ജാമ്യമായിട്ട് കരുതിയാൽ മതി. ഓക്കെ, കൊച്ചിൻ മൾട്ടിപ്ലക്സിൽ നിന്ന് ചിത്രം 3 ദിവസം കൊണ്ട് കളക്ട് ചെയ്തിരിക്കുന്നത് 9,13,000 രൂപയാണ്. വെറും 10 ഷോസാണ് കൊച്ചിൻ മൾട്ടിപ്ലക്സിൽ ഓടിക്കൊണ്ടിരിക്കുക എന്ന് ആലോചിക്കുക. 3 ദിവസം കൊണ്ട് കളക്ഷൻ നേടിയിരിക്കുന്നത് 9,13,000 രൂപയാണ്. ഇതൊരു നല്ല കളക്ഷൻ തന്നെയാണ്. വെറും 10 ഷോ എന്നുള്ളത് കണക്ക് കൂട്ടുമ്പോൾ ഏതാണ്ട് 93% ഒക്യുപ്പൻസിയോട് കൂടി തന്നെയാണ് ചിത്രം എറണാകുളം തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇനി തിരുവനന്തപുരം മൾട്ടിപ്ലക്സിലെ കണക്കെടുക്കുകയാണെങ്കിൽ 3 ദിവസം കൊണ്ട് ചിത്രം നേടിയിരിക്കുന്നത് 15,29,000 രൂപയാണ്. ഇതും തിരുവനന്തപുരത്തെ കളക്ഷൻ ഒരല്പം ഡൗൺ ആയിട്ടാണ് കാണുന്നത്. ഏകദേശം 78% ഒക്യുപ്പൻസി എന്നാണ് കാണുന്നത്. 78% ഒക്യുപ്പൻസിയോട് കൂടി 15,29,000 രൂപ 3 ദിവസം കൊണ്ട് നേടിയിരിക്കുന്നു. 18 സ്ക്രീനുകളിൽ ഇപ്പോൾ തിരുവനന്തപുരത്ത് ചിത്രം പ്രദർശിപ്പിക്കുന്നുണ്ട് എന്നറിയാൻ സാധിക്കുന്നു. 15 സ്ക്രീനിലാണ് ചിത്രം ആദ്യ ദിനം പ്രദർശിപ്പിച്ചത്. ഇപ്പോൾ അത് 18 ഷോസ് ആയിട്ട് കൂടിയിട്ടുണ്ട്. അതായത് 3 ഷോ കൂടിയിട്ടുണ്ടെന്നും അറിയാൻ സാധിക്കുന്നു. ഇനി കേരളത്തിൽ 3-ാം ദിവസം നേടിയിരിക്കുന്ന കളക്ഷൻ 93 ലക്ഷം രൂപയാണെന്ന് അറിയാൻ സാധിക്കുന്നു. ആദ്യം പറഞ്ഞ 2 കണക്കുകളും, അതായത് കൊച്ചിയിൽ നിന്ന് നേടിയ 9,13,000 രൂപയും തിരുവനന്തപുരത്ത് നിന്ന് നേടിയ 15,29,000 രൂപയും ഔദ്യോഗികമായിട്ട് പുറത്തു വന്ന കണക്ക് തന്നെയാണ്. അത് പൂർണ്ണമായും വിശ്വാസയോഗ്യമായ കണക്കാണ്. കേരളത്തിലെ ടോട്ടൽ കളക്ഷൻ എന്ന് പറയുന്നത് 93 ലക്ഷം രൂപ. സിംഗിൾ സ്ക്രീനും എല്ലാം കൂടി കൂടിയിട്ടുള്ളതാണ്. ഈ സിംഗിൾ സ്ക്രീനിന്റെ കണക്കുകൾ കൃത്യമായിട്ട് നമുക്ക് വിശ്വാസയോഗ്യമാവണമെങ്കിൽ കുറച്ചുകൂടി ടൈം എടുത്തിട്ടേ പറ്റൂ. കാരണം അവർ ഔദ്യോഗികമായിട്ട് പുറത്തു വിടണം. ഇപ്പോൾ അത് നടന്നിട്ടില്ല. അതുകൊണ്ട് ഈ പറഞ്ഞ 93 ലക്ഷത്തിന് ഏകദേശം നമുക്കൊരു 90-95% മാത്രം കറക്റ്റ് എന്ന് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കത്തുള്ളൂ. എന്നാലും വലിയ മാറ്റം അതിനകത്ത് വരാൻ സാധ്യതയില്ല. ഇനി ചിത്രം 3 ദിവസം കൊണ്ട് കേരളത്തിൽ നിന്ന് മാത്രം നേടിയിരിക്കുന്നത് 2,66,00,000 രൂപയാണ്. ഇത്രയും കുറഞ്ഞ തിയേറ്ററുകളിൽ റിലീസ് ചെയ്തിട്ട് അതും തന്നെ മോർണിംഗ് ഷോയും നൂൺ ഷോയും മാത്രമാണ് ചിത്രത്തിന് കൊടുത്തിരിക്കുന്നത്. അത് എന്തുകൊണ്ടാണെന്നുള്ള കാര്യം നമുക്കിപ്പോഴും അറിയില്ല. ആരെങ്കിലും പുറകിൽ നിന്നുള്ള കളിയാണോ അതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അല്ലാതെ ഇത്രയും മോർണിംഗ് ഷോയും നൂൺ ഷോയും മാത്രമായിട്ട് പല തിയേറ്ററുകളും റിലീസ് ചെയ്തിരിക്കുന്നു. അവിടെ മെയിൻ ഷോസ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന പല ചിത്രങ്ങളും തിയേറ്ററിൽ ഒരാൾ പോലും കയറാത്ത ചിത്രങ്ങളാണ്. തമിഴ് സിനിമകൾ തന്നെ വെറും കാലി ഷോസ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് പോലും ആ ഒരു 6 മണിയുടെയോ 9 മണിയുടെയോ ഷോസ് ഒന്നും പല സിംഗിൾ സ്ക്രീനുകളിലും കിട്ടിയിട്ടില്ല എന്നതൊരു ദുഃഖകരമായിട്ടുള്ള വാർത്തയാണ്. ആ ഒരു കണക്ക് വെച്ച് നോക്കുമ്പോൾ, സ്ക്രീനുകളുടെ എണ്ണം വെച്ച് നോക്കുമ്പോൾ ഈ 2,66,00,000 രൂപ എന്ന് പറയുന്ന ഒരു ബമ്പർ കളക്ഷൻ തന്നെയായിട്ട് നമുക്ക് പറയേണ്ടതായിട്ട് വരും. ഏകദേശം എല്ലാ ഷോസിലും ഒരു ഹൗസ്ഫുൾ എന്ന രീതിയിലാണ് ഞായറാഴ്ച പടം ഓടിയത്. ചില വലിയ സിംഗിൾ സ്ക്രീനുകളിൽ മാത്രമാണ് ചിത്രം ഹൗസ്ഫുൾ ആവാതിരുന്നത്. എറണാകുളം സിറ്റിക്കകത്തും എറണാകുളം ജില്ലയിലും സിറ്റിക്കകത്തും ഉള്ള കാര്യം മാത്രമാണ് ഞാൻ പറഞ്ഞത്. ബാക്കിയുള്ളതല്ല. ഇത്രയും എറണാകുളത്ത് ഈ പറഞ്ഞ വലിയ സ്ക്രീനുകൾ, അതായത് 800-900 സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള തിയേറ്ററുകളിൽ മാത്രമാണ് ചിത്രം ഹൗസ്ഫുൾ ആവാതിരുന്നത്. ബാക്കി എല്ലാ തിയേറ്ററുകളിലും ചിത്രം ഹൗസ്ഫുൾ ആയിട്ട് തന്നെയാണ് ഞായറാഴ്ച, അതായത് ഇന്നലെ ചിത്രം ഓടിയത്. അതുപോലെ വേൾഡ് വൈഡ് കളക്ഷൻ 2 ദിവസത്തെ ഔദ്യോഗികമായിട്ട് പുറത്തു വന്നിരിക്കുന്നത് 4,50,00,000 രൂപ എന്നാണ്. അത് 2 ദിവസത്തെ മാത്രമാണ്. ഞായറാഴ്ചത്തെ കളക്ഷൻ വന്നിട്ടില്ല. 4,50,00,000 രൂപ 2 ദിവസം കൊണ്ട് പുറത്തു വന്നെന്ന ഔദ്യോഗിക കണക്ക് പുറത്തു വരുമ്പോൾ ഏകദേശം ഞായറാഴ്ചയും കൂടി കൂട്ടുമ്പോൾ എങ്ങനെയൊക്കെ നോക്കിയാലും ഒരു 7 കോടി രൂപ, അതായത് ചിത്രത്തിന്റെ ബഡ്ജറ്റ് ചിത്രം കവർ ചെയ്തു എന്ന് നമുക്ക് വിശ്വസിക്കാം. കാരണം ഞായറാഴ്ച നോർമലി ഇപ്പോൾ കൊച്ചിയിൽ ഉൾപ്പെടെയുള്ള മൾട്ടിപ്ലക്സുകളുടെ കണക്കുകൾ നോക്കുമ്പോൾ ഞായറാഴ്ചത്തെ കളക്ഷൻ ഒരല്പം മുന്നിലാണ് നിൽക്കുന്നത്. വേൾഡ് വൈഡിലും അത് ഞായറാഴ്ച മുന്നിൽ തന്നെ നിൽക്കും. കാരണം അത് ഈ പറഞ്ഞ മാതിരി ഒരു ഓഫ് ഡേ ആയതുകൊണ്ട്
അപ്പോൾ ഏകദേശം 7 കോടി രൂപ 3 ദിവസം കൊണ്ട് കിട്ടിയിട്ടുണ്ടാവുമെന്ന് നമുക്ക് വിശ്വസിക്കാം. എന്തായാലും 4,50,00,000 രൂപ 2 ദിവസം കൊണ്ട് കളക്ട് ചെയ്തു എന്നുള്ളത് ഔദ്യോഗികമായിട്ട് പുറത്തു വന്ന കണക്കാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അപ്പം ഞാൻ ഈ വീഡിയോ ചെയ്തത് മെയിനായിട്ട് ഇത്തരം കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയായിരുന്നു. എന്തായാലും ഇപ്പോഴും നമുക്ക് അജ്ഞാതമായിട്ട് തുടരുന്ന ഒരു കാര്യമാണ് എന്തുകൊണ്ട് ഈ ഇത്രയും നല്ലൊരു സിനിമയ്ക്ക്, അതായത് മമ്മൂട്ടിയുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച ഒരു കഥാപാത്രം, ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും ടോപ്പ് 10 സിനിമകളിൽ ഒന്ന് നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്ന ഈ പേരൻപ് എന്ന് പറയുന്ന ചിത്രത്തിന് ഇത്രയും വളരെ കുറഞ്ഞ തിയേറ്ററുകളും അതേപോലെ തന്നെ ഈ പറഞ്ഞ ഷോസും കൊടുക്കാനുണ്ടായ കാരണം എന്താണെന്ന് നമുക്ക് ഇപ്പോഴും അജ്ഞാതമാണ്. എന്തായാലും തിയേറ്ററുകാരുടെ ആ തീരുമാനത്തെ വെല്ലുവിളിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരെ കളിയാക്കിക്കൊണ്ട് അവരെ നാണം കെടുത്തുന്ന രീതിയിലാണ് ഇപ്പോൾ പ്രേക്ഷകരുടെ തള്ളിക്കയറ്റം തിയേറ്ററുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ അവർക്കൊരു പുനർചിന്ത ഉണ്ടാവുമെന്ന് നമുക്ക് വിശ്വസിക്കാം. പക്ഷെ അതിന് കുറച്ച് റൂൾസ് ഒക്കെ നിലനിൽക്കുന്നുണ്ടെന്നാണ് അറിയാവുന്നത്. കാരണം ഒരു തിയേറ്ററിൽ ഇപ്പോൾ 2 ഷോസ് ആയിട്ട് റിലീസ് ചെയ്താൽ ഹൗസ്ഫുൾ ആയി എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് പെട്ടെന്ന് അത് 3 ഷോയോ 4 ഷോയോ ആയിട്ട് കൂട്ടാൻ പാടില്ല. അതിന് റൂൾസ് ഉണ്ട്. അത് എൻ്റെ അറിവ് ശരിയാണെന്നുണ്ടെങ്കിൽ ഒരാഴ്ചയ്ക്ക് ശേഷം മാത്രമേ സിംഗിൾ സ്ക്രീനുകളിൽ അത് കൂട്ടാൻ സാധിക്കത്തുള്ളൂ. മൾട്ടിപ്ലക്സുകളുടെ കാര്യം കൃത്യമായിട്ട് അറിയില്ല. എന്തായാലും നമുക്ക് കാത്തിരിക്കാം ഇനി അടുത്ത ആഴ്ചത്തേക്കെങ്കിലും അവർ കൂടുതൽ സ്ക്രീനുകൾ അനുവദിക്കുമോ എന്നുള്ള കാര്യം. എന്തായാലും ഇപ്പോഴത്തെ കളക്ഷൻ വെച്ച് നോക്കുമ്പോൾ ചിത്രം നല്ല രീതിയിൽ തന്നെ കളക്ട് ചെയ്തിട്ടുണ്ട്. പൂർണ്ണമായിട്ടും ഒരു സൂപ്പർ ഹിറ്റ് എന്ന് നമുക്ക് കേരളത്തിൽ പറയാൻ സാധിക്കും. വേൾഡ് വൈഡിലെ കാര്യങ്ങൾ നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. തമിഴ്നാട്ടിലെ ചിത്രം ഇപ്പോഴും 3ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. 1ാം സ്ഥാനം ഇപ്പോഴും കീപ്പ് ചെയ്തിരിക്കുന്നത് ചിമ്പുവിൻ്റെ ചിത്രമാണ്. അതിനുശേഷം നിൽക്കുന്നത് രാഗം താളമയം എന്ന് പറഞ്ഞൊരു ഒരു ചിത്രമാണ് 2ാം സ്ഥാനത്ത് നിൽക്കുന്നത്. 3ാം സ്ഥാനത്താണ് പേരൻപ് നിൽക്കുന്നത്. അവിടെയും ഈ പറഞ്ഞ മാതിരിയുള്ള തിയേറ്ററുകളുടെ എണ്ണം കുറവ് ചിത്രത്തിന് വന്നതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. പക്ഷേ ഡേ ബൈ ഡേ അവിടുത്തെ അഭിപ്രായങ്ങളും ചിത്രത്തിന്റെ കളക്ഷനും കയറി വരുന്നു. ചിമ്പുവിന്റെ ചിത്രം പരാജയമാണ്. അതുകൊണ്ട് തന്നെ പേരൻപ് സെക്കൻഡ് സ്ഥാനത്തേക്ക് ഈ ആഴ്ചയുടെ അവസാനത്തോടു കൂടി എത്തുമെന്ന് നമുക്ക് വിശ്വസിക്കാം. എന്തായാലും ചിത്രം സൂപ്പർ ഹിറ്റ് എന്ന് തന്നെ നമുക്ക് വിലയിരുത്തേണ്ടതായിട്ട് വരും. ഓക്കെ, നന്ദി, നമസ്കാരം. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.